ഒരു വേണ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങാൻ നിൽക്കുമ്പോൾ അവിടെ വെച്ചൊരു ഇഷ്യൂ ഉണ്ടാവാണ് അമ്മക്കും അച്ഛനും വീട്ടിലുള്ളവരൊക്കെ തെറി പറയില്ല. ഇവന്റെ പ്രൈവറ്റ് പാർട്ടൊക്കെ എടുത്ത് പുറത്ത് കാണിക്കും. പുള്ളിക്ക് റിട്ടേൺ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇത് പഠിച്ച് ഇങ്ങനെ സെറ്റായി നിൽക്കാണ്. എനിക്ക് ഇടി കിട്ടി, അങ്ങോട്ടും കൊണ്ടും ഇങ്ങോട്ടും കൊടുത്ത് അതിൽ പേടി തീർന്നു. ഓപ്പോണന്റ് ഭയങ്കര ജാടയായിട്ട് അവൻ എന്നെ നോക്കി. അവന്റെ വിചാരം എന്നെ ഇടിച്ചിടാന്ന് ആയിരുന്നാണ് അവന്റെ ഫ്രണ്ട് പറഞ്ഞത്. മണവാളിനോട് ഇപ്പൊ എനിക്ക് പറഞ്ഞു തന്നെ ഉള്ളൂ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തോ. 14-ാം തീയതി നമുക്ക് റിംഗിൽ വെച്ചാണ്. ഓക്കെ, ധൈര്യം ഉണ്ടെങ്കിൽ ബാക്കി പിന്നെ അതുപോലെ തന്നെ സിനിമ ചെയ്തിട്ടുണ്ടോ? ഏതൊക്കെ? പാണി വിശ്വനാഥ് മാമിന്റെ മകനായിട്ട്, ചെറിയ മകനായിട്ട് മെയിനായിട്ട് ചെയ്തത് തുന്നിബില് അജിത് സാറിന്റെ ഒരു പടം ചെയ്തായിരുന്നു. ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു ലേബിൾ തന്നെ ഇല്ല. നമ്മളെങ്ങനെയാണോ അതേപോലെ തന്നെ ഭയങ്കര ഡൗൺ ടു എർത്ത്. നല്ലൊരു എന്റർടൈനർ ആവണം എനിക്ക്. മെഗാസ്റ്റാർ ആവട്ടെ, മെഗാസ്റ്റാർ ആവട്ടെ, എനിക്ക് നല്ലൊരു ആക്ടർ ആവണം. നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഗസ്റ്റിന്റെ കൂടുതൽ വിവരങ്ങൾ, വിശദമായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ എന്താണ്, എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ അറിയാൻ? ഇല്ല, ഈ ഒന്നാമത് ഞാൻ ഈ മാർഷൽ ആർട്സ് ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നത് എല്ലാം നമ്മുടെ വാപ്പാടെ ഫൈറ്റ് മാസ്റ്ററും കൂടിയാണ്. ഫൈറ്റ് മാസ്റ്റർ ആണ് ആള്. പഴയ ഒരു കളരി ആശാന്റെ മകനും കൂടിയാണ്. ആ മകന്റെ മകനാണ് ഞാനും. അപ്പൊ അതൊരു കണക്ഷൻ ബ്ലഡിലുണ്ട് നമ്മുടെ. അപ്പൊ എനിക്ക് നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടുന്ന ഒരു സെന്റർ നമ്മുടെ അടുത്തൊന്നും ഇല്ല. ഞാൻ എൻ്റെ ഇക്കാക്കയുടെ ഷോപ്പിൽ കുറച്ചാൾ നിന്നിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പിൽ നിന്ന് ഇവരുടെ ആദ്യത്തെ ക്ലബ് ഉണ്ട്, അത് കുറുമശ്ശേരിയിലാണ്, സ്പാർട്ടൻസ്. അവിടെ മാത്രമേ മൊയ്ത്തായി MMA പഠിപ്പിക്കുന്നുള്ളൂ. ഞാൻ നിൽക്കുന്ന ഷോപ്പിൽ നിന്ന് ഇവിടെ 30 കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട്. അത് ഞാൻ ഡെയിലി വീക്കിലി 3 ദിവസമായിട്ടേ ഉള്ളൂ ക്ലാസ്. ഞാൻ പോവും, കഷ്ടപ്പെട്ട് പോവും. എന്ന് വെച്ചാൽ എനിക്കിത് പഠിക്കണം അങ്ങനെയില്ല. അത് പിന്നെ UFC ഒക്കെ കണ്ട്, മൊയ്ത്തായി യൂട്യൂബിൽ വീഡിയോസ് കണ്ട് അങ്ങനെയാണ് ഇൻസ്പയർഡ് ആവണത്. കബീബിന്റെ ഫൈറ്റ്, ആളുടെ ഫൈറ്റ്, കംസാത്ത്, പിന്നെ ഒരുപാട് ഫൈറ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഫൈറ്റ് ഉണ്ട്, മോട്ടിവേറ്റ് ആണ്. ഇത് പഠിക്കണമല്ലോ എങ്ങനെയും. പിന്നെ ഒന്നാമത് നമ്മുടെ സെൽഫ് ഡിഫെൻസും കൂടിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ പാഷനേറ്റഡ് ആയി ഇങ്ങനെ പോയി ട്രെയിൻ ചെയ്ത് ആദ്യം പേടിയുണ്ടായിരുന്നു. ഫൈറ്റിനൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് വെച്ച് ഒരു സംഭവം വാങ്ങാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു ലോക്കൽ എന്ത് സംഭവം വാങ്ങാൻ നിൽക്കുമ്പോൾ ലൈറ്റ് ഒരു സംഭവം, വേറെ ഒന്നുമില്ല. വേറെ നിങ്ങള് ചിന്തിക്കുന്ന ആ ഒരു ദുശീലങ്ങളോ കാര്യങ്ങളോ അല്ലല്ല. ഒരു വേണ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങാൻ നിൽക്കുമ്പോൾ അവിടെ വെച്ചൊരു ഇഷ്യൂ ഉണ്ടാവാണ്. ഒരു സാധാരണക്കാരൻ പോകുന്നു. അപ്പൊ അവൻ ആ ആള് പോകുന്നത് കണ്ടിട്ട് അവിടുത്തെ ഒരു മെയിൻ ലോക്കലിലൊരു ഗുണ്ട ഒരു ഇഷ്യൂല് ഇടപെട്ട് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോയ ആളുടെ അമ്മക്കും അച്ഛനും വീട്ടിലുള്ളവരൊക്കെ തെറി പറയില്ല. ഇവന്റെ പ്രൈവറ്റ് പാർട്ടൊക്കെ എടുത്ത് പുറത്ത് കാണിക്കുന്നു. ഭയങ്കര വൾഗറായിട്ട് ഇയാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. എറണാകുളത്ത് വെച്ച് ഉപദ്രവിച്ച് ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് റിട്ടേൺ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആളായിരുന്നു തോന്നുന്നു. ഹെൽമെറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇത് പഠിച്ച് ഇങ്ങനെ സെറ്റായി നിൽക്കാണ്. കൊടുമ്പിരി കൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും വയലൻസ് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷെ ഒരാള് കൺമുമ്പില് ഉപദ്രവിക്കണം കണ്ടപ്പോ നമുക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ പുള്ളി ഇങ്ങനെ പുള്ളീനെ ഇടിച്ച് തിരിച്ചടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആഷിർ എന്ന് പറഞ്ഞിട്ട്, ആളുടെ ഒരു അത്യാവശ്യമായിട്ട് പോയതാ. അങ്ങനെ പോയി അവിടെ വെച്ച് പ്രശ്നമുണ്ടായി. ഞാൻ എൻ്റെ സമതല വിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അതിലും ഹൈപ്പായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ആൾക്ക് റിട്ടേൺ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അത് ഞാൻ ഇടപെട്ടിട്ടും തീരുന്നില്ല. ഇടപെട്ടത് ഭയങ്കര പ്രശ്നമായി. അവരുടെ പിള്ളേര് വന്ന് അവിടെ ഫൈറ്റായി, ഇടി ഉണ്ടായി. എനിക്ക് ഇടി കിട്ടി, അങ്ങോട്ടും കൊണ്ടും ഇങ്ങോട്ടും കൊടുത്ത് അതിൽ പേടി തീർന്നു. അതിലെനിക്ക് കീക്ക് ഇടിയുണ്ട്. കീ വെച്ചിട്ട് ഇത്ര ഉള്ള.
അപ്പൊ പിന്നെ ഗ്ലൗ ഒക്കെ ഇട്ട് പ്രശ്നമില്ല, പൊട്ടി ചോറൊക്കെ ഒന്ന് ആകെ സീനായിട്ട് ഇത്രയുള്ള നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ വന്നു. പിന്നെയാണ് കഴിഞ്ഞ സ്റ്റേറ്റിന് ഞാൻ ഇറങ്ങിയത്. ഇത്രേ ഉള്ളൂ. സ്റ്റേറ്റിന് ഇറങ്ങിയിട്ട് ഇതുപോലെ തന്നെയാണ്. ഒരു കുഴപ്പമില്ല, അവൻ ഒരു 2-3 മാസമായിട്ട് അവൻ ട്രെയിനിങ് ചെയ്ത് പഴയ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ എന്തോ ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും അവൻ ഇറങ്ങിയതാണ്. കുഴപ്പമില്ലായിരുന്നു. ഇത്തിരി ടഫ് ആണെങ്കിൽ പോലും വിൻ ചെയ്തത്. പക്ഷെ ഞാൻ ഇതേപോലെ നാഷണലും ഇന്റർനാഷണലും അടിക്കാം എന്നുള്ളൊരു വീരവാദങ്ങളൊന്നും ഞാൻ ഇറക്കിയില്ല. പക്ഷെ എങ്കിലും നല്ല രീതിയിൽ അവനെ കെട്ടിപ്പിടിച്ച്, എടാ സ്പോർട്ടാണ്, ഇതൊരു ഇങ്ങനത്തെ ഒരു കലയാണ്, ഇത് ഇങ്ങനെയാണ്, അപ്പൊ ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി കുറെ കെട്ടിപ്പിടിച്ച് അത് അവിടെ തീർന്ന്. അത് സ്പോർട്സ്മാൻഷിപ്പാണ്. അതല്ലാതെ ഓപ്പോണന്റ് ഭയങ്കര ജാടയായിട്ട് അവൻ എന്നെ നോക്കി, അവന്റെ വിചാരം എന്നെ ഇടിച്ചിടാന്ന് ആയിരുന്നു എന്നാണ് അവന്റെ ഫ്രണ്ട് പറഞ്ഞത്. മണവാളുടെ ഫ്രണ്ട്. അവനൊരു നിരപരാധിയല്ലേ, പാവപ്പെട്ടവൻ. സഹിച്ചില്ല കേട്ടോ അവരെ ഇടിക്കുന്നുണ്ട്. ആർക്കും സഹിക്കുമെന്ന് തോന്നില്ല. എനിക്ക് ഇങ്ങനെ ഓടി വന്നിട്ട് സങ്കടവും എല്ലാവർക്കും അതാട്ടോ തോന്നിയത്. ഒരു അപ്പൊ എന്ന് പറഞ്ഞ എനിക്ക് അത്ര അവന് ഇങ്ങനെ നിക്കാൻ പോലും അറിയത്തില്ല. അവന് ഇങ്ങനെ പിടിക്കണത് സങ്കടം വരും കണ്ട. ചിരി വന്നിട്ട് വെള്ളമായിരുന്നു. ദയനീയത തോന്നി എന്ന് പറയുന്നതാണ്. പച്ചവനത്തെ പറഞ്ഞ ദയനീയത തോന്നി ആ വ്യക്തിയെ കണ്ടിട്ട്. പിന്നെ അന്ന് ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ് സെയിം സ്പാർട്ടൻസ് ക്ലബിൽ വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ നടന്നത്. ഹെവി വെയിറ്റ് ആയിരുന്നു, സെയിം വെയിറ്റ് കാറ്റഗറി ആയിരുന്നു. ഓരോ ഓപ്പണന്റ് ഉണ്ടായുള്ളൂ. അത് അവിടെ വിൻ ചെയ്ത് ഫൈറ്റ് ചെയ്ത് തന്നെ വിജയിച്ച. അപ്പൊ സത്യം പറഞ്ഞാൽ എന്താ മണവാളൻ അവകാശപ്പെടുന്നത് പോലെ തന്നെ ഹെവി വെയിറ്റിൽ ചാമ്പ്യനാണ്. അല്ല, ഞാൻ ചാമ്പ്യൻ ആണ്. നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ അപ്പോഴും പറഞ്ഞു ഞാൻ വീരവാദങ്ങൾക്കില്ല. ഓപ്പോണന്റ് അത്രയും വലിയൊരു ഫൈറ്റർ അല്ലായിരുന്നു. ഞാനത് സെലിബ്രേറ്റ് ചെയ്തു പോലുമില്ല. ഞാൻ സെലിബ്രേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ പറഞ്ഞ കോച്ച് ചോദിച്ചു, നീ എന്താ സെലിബ്രേറ്റ് ചെയ്യാത്ത, ഫ്ലെക്സ് വെക്കി. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ വെക്കണത്, ഓപ്പോണന്റ് വീക്കല്ലേ. അതാണ് പച്ചമലയാളത്തിൽ പറഞ്ഞ അന്തസ്സും അന്തസ്സില്ലായ്മയും തമ്മിലുള്ള വ്യത്യാസം. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഓപ്പണന്റ് എന്റെ ഒരു 2-3 സ്റ്റെപ്പ് മുകളിലാണ്, അവനെയാണ് ഇടിച്ചിട്ടിട്ട് ഞാനത് സെലിബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അതെ. അതല്ലാതെ അതുകൊണ്ട് തന്നെയാ ഈ കാണിക്കുന്ന കോലം കെട്ടിനെ എതിർക്കുന്നത്. അതാണ് എതിർക്കുന്നത്. ഈ കാണുന്ന മലയാളികൾക്ക് ഏകദേശം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ആക്ടറാണ് അല്ലേ? ആക്ടറാണ്. അത് എങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക് വാപ്പിച്ചിയാണ് അതിന്റെ ഒക്കെ വഴി തെളിച്ചെന്ന ആളാണ്. എപ്പോഴും സ്ട്രഗ്ലിംഗിലാണ്. സമയമാകുമ്പോ എല്ലാം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചെല്ലുമ്പോ നമ്മുടെ അടുത്ത് ചോദിക്കും, എന്താ ചെങ്കീസേ പടമൊന്നുമില്ലേ ചോദിക്കും. ഞാൻ പറയും പിന്നെ ജയിലർ 2 രജനീകാന്തിന്റെ അനിയനായിട്ട് അഭിനയിക്കണം പറയും. രജനീകാന്ത് എന്ന് പറഞ്ഞല്ല, രജനീകാന്ത് സാർട്ടാ, ആളുടെ അനിയനായിട്ട് അഭിനയിക്കാണ്. എപ്പോഴൊന്നേ ഞാൻ ഇന്ന് രാവിലെ ഫ്ലൈറ്റിന് വന്നു, നെടുമ്പാശ്ശേരിയിലാണ് ഇറങ്ങിയത്. കഴിഞ്ഞ് അടുത്ത 2 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേ അടുത്ത ആള് വരും. എന്താ സിനിമ ഒന്നുമില്ലേ? എല്ലാരും അറിയേണ്ടത് എത്രത്തോളം നമ്മൾ നശിച്ചു എന്നുള്ള അറിയണം. പക്ഷെ അത് രസമാണ്. എനിക്ക് ഫ്യൂലാണ് അത്. എനിക്ക് ഇൻസൾട്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കേട്ടിട്ടില്ലേ, ഇൻസൾട്ട് ആണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. കേട്ടിട്ടില്ലേ? അതിന് മുമ്പ് ഞാൻ ആ ഡയലോഗ് പറഞ്ഞ ആളാ, പടം ഇറങ്ങണേക്കാളും മുമ്പ് പറഞ്ഞ ആളാ. എന്റെ ഫ്രണ്ട്സ് തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ഇന്റർവ്യൂ എടുത്തിട്ട് അത് പോയിന്ന് പറഞ്ഞിട്ട് സന്തോഷമല്ല, പക്ഷെ അവർക്ക് കളിയാക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. ഞാൻ പറഞ്ഞ എന്തിനാണ് അത്, പോട്ടെ അടുത്ത് വരുമല്ലോ, നീ അത് ചോദിക്കണ്ടായിരുന്നു, അവരെ പിടിച്ച് വാണിംഗ് ചെയ്തിട്ട് എന്തിനാ നമ്മളതിന്റെ പുറകെ നടക്കുന്നത്? നമുക്ക് തന്നെ നേരം പോലും ഇല്ല. അതല്ലെങ്കിൽ വേറെ കിട്ടും നമുക്ക്, അല്ലേ? അതെ തീർച്ചയായിട്ടും. നമുക്ക് വെച്ചുള്ള നമ്മുടെ കയ്യിൽ തന്നെ അത്രേ ഉള്ളൂ. ആ ഒരു പോസിറ്റീവ് ആട്ടോ നിങ്ങൾ. പോസിറ്റീവാണ് ഞാൻ. എന്താണെന്ന് വെച്ചാലേ നമ്മൾ താഴത്തേക്ക് പോകാനും തയ്യാറാണ്, മുകളിലേക്ക് പോകാനും തയ്യാറാണ്. പക്ഷെ ഒരാളെ വെറുപ്പിക്കരുത്. അതേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അതെ, മാനസികമായിട്ട് ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് പോവുക. അത്രയും മതി. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ദൈവം തന്നോളും. ബാക്കിയൊക്കെ പടച്ചോൻ തരും. അത്രയും ചിന്തിക്കാന്നുള്ളേ ഉള്ളൂ. ഈ മണവാളിന്റെ എന്തെങ്കിലും കൂടുതൽ മണവാളിലേക്ക് വിട്ടേക്ക്, നമുക്കൊരു എരയല്ല. വിട്ടേക്ക്, മണവാള നമുക്കൊരു എരയല്ല അല്ലേ? വിട്ടുകള, അതൊന്നും ഇനി സ്റ്റോറി ഇല്ല. ഇനി അതിനെ പറ്റി ചോദ്യമില്ല, അത് കഴിഞ്ഞ് പറയണ്ടെല്ലാം പറഞ്ഞു. അതില്ല. വിട്ടുപോകാൻ പറ ഒഴിവാ വിട്ടിപ്പോ. അതാണ് സംഭവം. അപ്പൊ എന്താണെങ്കിലും നമുക്കിനി ഡിസംബർ 14 കാണാം ബാക്കി. ചെങ്കിസ് ഖാന്റെ ടീം വേഴ്സസ് ടീം. ഇപ്പം അല്ല, സ്പാർട്ടൻ ടീം ചെങ്കിസ് ഖാന്റെ ടീം എന്നുള്ള രീതിയില്
എന്താ അവരുടെ ടീമുണ്ടല്ലോ അവരുടെ കൂടെ കുറെ സ്പാർട്ടൻസ് എന്റെ ടീം, സ്പാർട്ടൻസ് എന്റെ ക്ലബാണ്. ക്ലബാണ്. മണവാളം vs ചെങ്കിസ് ഖാൻ ടീം. അതാ ഞാൻ പറഞ്ഞത്. മണവാളന് അവരെ എന്തോ ഒരു പേരുണ്ട് ഇപ്പം. മണവാളന് എന്താ ഈ ലൈവ് പോകുമ്പോ എന്തോ ഒരു ഉണ്ടല്ലോ, എന്തോ ടീമിന് എന്തോ ഒരു പേരുണ്ട്. ഇവന്മാരെ ഈ പോത്ത് ഗ്യാങ്ങിനെ PSG എന്ന് പറയുന്ന പോലെ എന്തോ ഇട്ടിട്ടുണ്ട് അവൻ. PSG പോത്തിന്റെ ഗ്യാങ് ഉണ്ടല്ലോ നമ്മുടെ ഷാജഹാന്റെ, പോത്ത് ഷാജഹാന്റെ ടീമിന് PSG ഇട്ട പോലെ എന്തോ മണവാളിന് എന്തോ ടീമുണ്ട്. എന്ത് ടീമുണ്ടെങ്കിലും ഷോഫ് ചെയ്യരുത്, പൊട്ടിച്ച് കൈ കൊടുക്കും അല്ലേ. ആ ഷോഫ് നിർത്തി മൂക്കി കൂടെ ചോരയും വരുത്തിയ വീട്ടിൽ വിടുള്ളൂ. അതാണോ? അതാണ് പറഞ്ഞത്. അതൊന്നുമില്ല അത് നമുക്ക് റിങ്ങി കാണാമല്ലോ. അതാണ് എന്തായാലും പേര് എം സ്ക്വാഡ്. അതെ. അപ്പോൾ ഇനി കൂടുതൽ നമ്മൾ സംസാരങ്ങളൊന്നുമില്ല. ഗോദയിൽ അല്ലെങ്കിൽ എന്താ റിങ്ങിൽ കാണാം ഡിസംബർ 14 എം സ്ക്വാഡ് വേഴ്സസ് ചെങ്കിസ് ഖാൻ ടീം. ഇടി വെടി കുത്ത് എന്തും സംഭവിക്കാം. ഡിസംബർ 14 ബാക്കി തീരുമാനിക്കേണ്ടത് മണവാളനാണ്. എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്? ക്യാമറ നോക്കി പറഞ്ഞു. മണവാളനോടാണ് പറയുന്നത്. മണവാളനോട് ഇപ്പൊ എനിക്ക് പറഞ്ഞു തന്നെ ഉള്ളൂ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡിസംബർ 14 നല്ലൊരു ഓപ്പോണന്റിനെ ഞാൻ തരും. അടിച്ച് ജയിച്ചു കഴിഞ്ഞാൽ താങ്കൾ പറയുന്ന പ്രൈസ് അതാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ്. അത് താങ്കൾക്ക് തീരുമാനിക്കാം. പക്ഷെ ഞാൻ പറയുന്ന ഓപ്പണന്റ് ആയിരിക്കും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തോ. 14 നമുക്ക് റിംഗിൽ വെച്ച് കാണാം. ഓക്കെ. ഇട്ട് പിന്നെ ഞങ്ങൾ ഇത് വന്ന് ക്യാപ്ചറും ചെയ്യും. ഞങ്ങൾ വന്നത് കൃത്യമായിട്ട് 5 ഇത് ക്യാമറ വെച്ച് അല്ല കിളിക്കുഞ്ഞായിട്ട് ക്യാപ്ചറും ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കും. ധൈര്യം ഇരുന്താ അല്ല, ഉസിറുണ്ടാവാ. ബാക്കി നമുക്ക് റിങ്ങിൽ പാക്കലാം. അത്രേ ഉള്ളൂ. ഇതിനത്തെ കൂടുതലൊന്നും നമ്മളിനി സംസാരിക്കുന്നില്ല. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഡിസംബർ 14. പിന്നെ അതുപോലെ തന്നെ സിനിമ ചെയ്തിട്ടുണ്ടോ? ഏതൊക്കെ സിനിമ? ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 1999 റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ എന്റെ വാവശ്യ ഡയറക്ട് ചെയ്ത പടം. അതിനകത്ത് വാണി വിശ്വനാഥ് മാമിന്റെ മകനായിട്ട്, ചെറിയ മകനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ വാവശ്യയുടെ കുറച്ച് പടങ്ങൾ ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ചെയ്തത് തുന്നിവില് അജിത് സാറിന്റെ ഒരു പടം ചെയ്തായിരുന്നു. ത്രൂഔട്ട് ഉണ്ടായിരുന്നു പടത്തില്. ഒരു ബാങ്കിലെ ഒരു സ്റ്റാഫായിട്ട് ഫൈറ്റ് ഉണ്ട്. പുള്ളി ബാങ്ക് കൊള്ള അടിക്കാൻ വരുന്നു, നമ്മള് ഡിഫെൻഡ് ചെയ്യണ ഒരു ടീമായിട്ട്. നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ഞാൻ അജിത് സാറായിട്ട്. എങ്ങനെയാണ് അജിത് സാറിനായിട്ടുള്ള? അടിപൊളി മെമ്പറാണ് ഞാൻ. മമ്മൂക്കാക്ക് ശേഷം ഒരു തലയെടുപ്പുള്ള ഒരു എന്താ പറയാ ഒരു സ്റ്റാർ മാനിഫെസ്റ്റോ ഒരു കണ്ട ഒരു പ്രൗഢിയുള്ള ഒരു ആളെ കണ്ടത് അപ്പോഴാണ്. തമിഴ് ഫീൽഡിൽ കേട്ടോ. ഞാൻ ആദ്യത്തെ വർക്കാണ് എൻ്റെ അത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി നമ്മുടെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കും, സലാം പറയും നമ്മുടെ അടുത്ത്. നോമ്പിന് ഈദ് മുബാറക്ക് പറഞ്ഞ് ചെറിയ പെരുന്നാൾ ഞാൻ അവിടെയാണ്, ആ ഷൂട്ടിന്റെ ടൈമിൽ അവിടെ ആയിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ലൈറ്റ് ഉണ്ട്, സെറ്റ് ഇട്ടേക്കുന്നത് വലിയൊരു ലൈറ്റ് ഉണ്ട്. അപ്പൊ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കും ഞാനും അജിത് സാറും തമ്മിൽ. അപ്പൊ പുള്ളി എന്തോ ഒരു ചെറിയ സെക്കൻഡ് വ്യത്യാസമുള്ളൂ. പുള്ളി മോണിറ്റർ നോക്കാൻ പോയി, ഈ വലിയ ലൈറ്റ് വന്നിട്ട് അവിടെ റോപ്പ് പൊട്ടി കറക്റ്റ് എന്റെ ബാക്കിൽ വന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുട്ടി താഴത്ത് അതേപോലെ തന്നെ അടിച്ച് പൊട്ടിത്തെറിച്ച് പോയി. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് മാറി നിന്ന് ബാക്കിലേക്ക് നോക്കിയപ്പോ ഇത് പൊട്ടി കിടക്കാം. വലിയ സാധനം എന്റെ സെന്ററിൽ ഇങ്ങനെ പോയിന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അത് വന്ന് അടിച്ചാൽ തീർന്ന സ്പോട്ട് ഡെഡാണ് ഞാൻ. അജിത് സാർ എന്നെ വിളിച്ചിങ്ങോട്ട് വരാൻ പറഞ്ഞു. എനിക്ക് രണ്ടാമത്തെ ജന്മം എന്താണെന്ന് അറിയാമോന്ന് ചോദിച്ചു. അത് തമിഴിലെ ചോദിച്ചേ. അപ്പൊ മാസ്റ്റർ നിൽപ്പുണ്ട്, സുപ്രീം സുന്ദർ മാസ്റ്റർ. പുള്ളി വഴിയാണ് ഈ വർക്ക് എനിക്ക് കിട്ടിയത്. ഞാൻ ഇങ്ങനെ നോക്കാണ്, എന്താ പറഞ്ഞേ, അതായത് രണ്ടാമത്തെ ജന്മമാണ് നീ ഇപ്പൊ ജനിച്ചേക്കുന്നത്, നീ ഇപ്പൊ മരിച്ചുകൊണ്ട് ഒരാളാ. ആ അജിത് സാർ പറയാണ്, നീ വെള്ളം അടിക്കുമെന്ന് ചോദിക്കാണ്, ഡ്രിങ്ക് ചെയ്യുമെന്ന് ചോദിക്കാണ്. ഞാൻ പറയില്ല, ചെയ്യില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഹറാമാണ്, ഇന്ന് നീ ചെയ്യണമെന്ന് പറയാണ്. ഇത് നിന്റെ രണ്ടാമത്തെ ജന്മമാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യില്ല, പക്ഷെ രണ്ടാമത്തെ ജന്മം തന്നെയാണ്. അത്രയും വലിയൊരു ആക്സിഡന്റ് ചെയ്യുന്ന ഞാൻ ഇത് രക്ഷപ്പെട്ടു പോകുന്നത്. അത് പുള്ളി ഇങ്ങനെ ഇതായി നിൽക്കാണ്, അത്ഭുതപ്പെട്ടതൊക്കെ എങ്ങനെയോ ജസ്റ്റ് മിസ് മേത്ത് ടച്ച് ചെയ്ത് ഐറ്റം വന്നിട്ട് രക്ഷപ്പെട്ടു പോകുന്ന അവിടെ നിന്ന്. അത് ഭയങ്കര ഞാൻ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്കത് വന്ന് മേത്തിടിച്ചിട്ട്. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. വീട്ടില് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല.
വീട്ടിൽ പറയണോട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറയുള്ളൂ എന്തിനാ പറഞ്ഞ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ഇനിയും ഫൈറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് പറഞ്ഞാൽ ഇനി വിട്ടില്ലെങ്കിലാ. വേറെന്തെങ്കിലും അജിത് സാറുമായിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഇതുപോലെ തന്നെ? അജിത് സാറായിട്ട് അനുഭവം എന്ന് വെച്ചാൽ അടിപൊളി മെമ്പറാണ്. അടിപൊളി മെമ്പറാണ്. ഒരു തലക്കനോ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു ലേബിൾ തന്നെ ഇല്ല. നമ്മളെങ്ങനെയാണോ അതേപോലെ തന്നെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ് ആള്. പിന്നെ നെക്സ്റ്റ് തുനിവ് കഴിഞ്ഞ് തുനിവിനൊക്കെ മുമ്പാണ് ഭീഷ്മ ചെയ്ത്, ട്രാൻസ് ചെയ്ത്, ഷൈലോക്കിലാണ് മമ്മൂക്കാരൻ ബീർമുപ്പിക്ക് എറിയണത്. ചെറിയ സീനുണ്ട്, ബാർ ഫൈറ്റ്. മമ്മൂക്കായിട്ടൊക്കെ എന്തെങ്കിലും ഇന്ററാക്ഷൻ ഒക്കെ മമ്മൂക്ക അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സംസാരിക്കും ഒരുപാട്. അങ്ങോട്ട് ചെല്ലണം നമ്മള്. അങ്ങനെ എന്തെങ്കിലും മമ്മൂക്കയുടെ ഞാൻ ബിഗ് ഫാനാണ് മമ്മൂക്കയുടെ. ബിഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പുള്ളിയുടെ ഇമോഷണൽ ചില സീൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ, ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ സ്റ്റൈലും പുള്ളിയുടെ ഡ്രസ്സപ്പും പുള്ളിയുടെ ആ ഒരു സ്വാഗും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ എന്താണ് വേറെ ചെയ്തിരിക്കുന്ന? വേറെ ട്രാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാബുഷിയുടെ ഒരു ഗുണ്ട എന്ന് പറഞ്ഞ പടത്തിൽ ചെറിയൊരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പടങ്ങൾ അങ്ങനെ പോകുന്നു. ആരാണ് ഇപ്പൊ നിലവിൽ ഉള്ള യുവനടന്മാരിൽ ആരെയാ കൂടുതൽ ഇഷ്ടം? യുവനടന്മാരിൽ എനിക്ക് പൃഥ്വിരാജ് സാറിനെ ഇഷ്ടമാണ്, ഉണ്ണി മുകുന്ദൻ സാറിനെ ഇഷ്ടമാണ്, ഫഹദ് ഖാനെ ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ വന്നുമ്പോ എല്ലാരും ഇഷ്ടമാണ്. അല്ല, ഫഹദ് ഖാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരാണ് ഒരു റോൾ മോഡൽ? അതായത് സിനിമയിൽ എനിക്ക് ഇന്ന നടനെ പോലെ ഇന്ന ആള് ചെയ്യുന്ന പോലത്തെ വേഷങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്ന ആരെയാ? അതിപ്പോ അതല്ല, എനിക്ക് ഇപ്പൊ മിക്ക പടങ്ങൾ കാണുമ്പോൾ, നല്ല പടങ്ങൾ കാണുമ്പോഴും എനിക്ക് ആ കഥാപാത്രങ്ങളും ആ പടത്തിന്റെ ഒരു ഭാഗമാവണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് എന്താ ചോദിച്ചത്? മറ്റേ ആരെ പോലെ യുവനടന്മാരിൽ ആരെയാണ് റോൾ മോഡലായിട്ട് തോന്നുന്നത്? വ്യക്തിപരമായിട്ടും അഭിനയ മികവ് കൊണ്ടാണെങ്കിലും എല്ലാ രീതിയിലും. എനിക്ക് ഫിലിം ബിസിനസ്സിൽ എനിക്ക് പൃഥ്വിരാജ് സാറിനെ പോലെ ആവണമെന്നുണ്ട്. ഫിലിം ബിസിനസ് എല്ലാ രീതിയിലും. പ്രൊഡക്ഷൻ ആണെങ്കിലും എനിക്ക് ആ ഒരു എനിക്കൊരു ആക്ടിങ് വൈസ് നോക്കുമ്പോൾ ഫഹദ് ഖാനെ പോലെ ആവണമെന്നുണ്ട്. പിന്നെ എനിക്ക് ആ ഒരു സ്വാഗ്, എനിക്ക് ആ ഒരു എന്താ പറയുക, ഒരു മറ്റേ ഇതുണ്ടല്ലോ മാർക്കോ, എനിക്ക് ഉണ്ണി സാറിനെ പോലെ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഈ ആഗ്രഹങ്ങളെല്ലാം നിറവേറട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് കാണാനുള്ള ഭാഗ്യം ദൈവം സൂപ്പർ സ്റ്റാർ തന്നെ ആവട്ടെ. എന്തിനാ നമ്മൾ താഴത്തോട്ട് പോകുന്നത്? ഞാൻ മണവാളനല്ല, ഞാൻ പറഞ്ഞ മെഗാസ്റ്റാർ ആവട്ടെ എന്ന് പറയുന്നത്. മെഗാസ്റ്റാറും ആവട്ടെ, എനിക്ക് നല്ലൊരു ആക്ടർ ആയാൽ മതി, എനിക്ക് നല്ലൊരു ഫിലിം മേക്കർ ആയാൽ മതി, എനിക്ക് നല്ലൊരു ഫിലിം ബിസിനസ് മാൻ ആയാൽ മതി. തീർച്ചയായിട്ടും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞാനായാൽ മതി. അപ്പം ഞാനായിട്ട് തന്നെ ഇരുന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള അഭിനയ മികവ് കാണിക്കുന്ന ഒരു മികച്ച നടനായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പടച്ചതമ്പുരാൻ നല്ലൊരു എന്റർടൈനർ ആവണം എനിക്ക്. ആവട്ടെ, നല്ലൊരു ബെസ്റ്റ് എന്റർടൈനർ ആവണം, അത് മാത്രം ആഗ്രഹം. ബെസ്റ്റ് എന്റർടൈനറിനുള്ള അവാർഡും കൂടി കിട്ടട്ടെ, അതും കൂടി ഞാൻ ആശംസിക്കുന്നു. അവാർഡ് പിന്നീടുള്ള അതും കൂടി ആണോന്ന് ആളുകൾക്ക് മനസ്സിലാവണ്ടേ, അതിനുള്ള ഒരു അവസരമല്ലേ വേണ്ടത് നമുക്ക്. അത് കിട്ടട്ടെ. 100% ദൈവത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. കാരണം ഫുൾ ഓഫ് പോസിറ്റീവ് കൊടുക്കുന്ന ആളുടെ കൂടെ ദൈവം ഉണ്ടാവും. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് അറിയാം, നമ്മള് മറ്റുള്ളവർ ഹാപ്പി ആയിട്ട് ഇരിക്കണം. മറ്റുള്ളവർ വെറുപ്പിക്കുന്നില്ല, മറ്റുള്ളവരെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോകാൻ, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടും. ഏതെങ്കിലും സമയത്ത് പടച്ചവൻ ആ ഒരു സാധനം ഇട്ട് തരും. അതിൽ കയറി പിടിക്കുക, പിടിച്ച് വലിച്ചു കയറി ഉന്നതങ്ങളിൽ എത്താനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ആശിസ്സുകളും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നൊരു കാര്യം കൂടി, എത്തിയാലും എത്തിയില്ലെങ്കിലും എനിക്ക് ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കുന്നതിൽ ഒരു എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് സമൂഹത്തിൽ ഇരിക്കുക. തീർച്ചയായിട്ടും പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും.